ഒരുങ്ങി കെട്ടിയത് എങ്ങോട്ട്? 2 ദിവസമായിട്ട് ഞാൻ കാണുന്നു കേട്ടാ ഓരോരോ ഇളക്കങ്ങള്. അത് ശരിയാണല്ലോ. എങ്ങോട്ട്? യോറ് കഴിഞ്ഞിട്ട് പോടെ. എന്റെ പൊന്നാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കാനുള്ള ടൈമില്ല എൻ്റെ കയ്യിൽ. നീ ആ വണ്ടിയുടെ കീ ഇങ്ങട്. നീ എത്തി ആ രാധാകൃഷ്ണന്റെ കടവരെ ഒന്ന് കൊണ്ടുപോകും. അപ്പൊ എന്റെ പോയിന് കളവി. മനുഷ്യനോട് അർജന്റായിട്ട് ഒരു കാര്യത്തിന് പോകുമ്പോഴാണ് രാജാവിന്റെ കച്ചവര്. എന്തിനൊക്കെ നടക്കണോ എന്തോ. എല്ലാണ്ടും കൂടെ മുറ്റത്ത് പത്തിലടിക്കുന്നാണ് തോന്നണത്. ഞാനൊന്നും അറിയണില്ലെന്നാണ് വിചാരം. അവന്റെ ഒരു വരവും പോക്കും. പന്തൽ ശ്രീലക്ഷ് ഒളിച്ചിരിക്കണം. ശ്രീലക്ഷ്മി എവിടെ? എനിക്കറിഞ്ഞൂടാ. ശ്രീലക്ഷ് പറയടേ. ശ്രീലക്ഷ്മി എവിടെ? ഡേ സനല്ലേ പറയടേ. എന്റെ ചക്കര കരളെ നീ പറയടേ. ശ്രീലക്ഷ്മി ഡേ ചുമ്മാ ചുമ്മാ മുട ഇറക്കാതെ വേഗം പറ. ശ്രീലക്ഷ്മി എവിടെയെന്ന് പറ. എന്താ വളരെ മുടയാടാ നിനക്ക്? ശ്രീലക്ഷ്മി എവിടെ? പറ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് രജിസ്റ്റർ മാരേജ്. പയ്യൻ പ്രൈവറ്റ് ബസ്സിലെ കിളി മന്ദമാരുതൻ. ബസ്സിന്റെ പേര് മന്ദമാരുതൻ. ഇതാ കണ്ട ചേട്ടനെ വിളിച്ചില്ലേ? നിങ്ങൾ കേക്കണം. കട്ട് സീരിയസ് ആയിരുന്നു അവളുടെ കാര്യത്തിൽ. എന്തായാലും അവളെന്നെ തേച്ചിട്ട് പോയല്ല. വീട്ടാളിയാ ഇത് തന്നെ പറഞ്ഞോണ്ടിരുന്നിട്ട് എന്തൊരു കാര്യം? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. അവനവന് വരുമ്പോ അറിയാം. പെങ്കു നീ ഇവിടെ സെന്റ് അടിക്കല്ലേ? രഞ്ജുടേ നീ അടുത്ത റൗണ്ട് വഴി. അവനെന്തിനാ? അവന്റെ ആരെങ്കിലും ചത്ത? ഡേ കുമാരേ മതിയേ. ഇനി ചെസ്റ്റ് അടിക്ക്. ഡംബൽ ഫ്ലൈ. ഇതും കേസ് അത് തന്നെ. 4 കൊല്ലം പ്രേമിച്ച പെണ്ണ് നൈസായിട്ട് തേച്ചിട്ട് ദുബായിക്കാരൻ്റെ കൂടെ പോയി. എൻ്റെ അടുത്ത് വരുമ്പോണ്ടല്ല യവൻ താണ്ട് യവനേക്കാളും കഷ്ടമായിരുന്നു കേട്ടാ. ഇപ്പൊ ഒന്ന് ബെറ്ററായിട്ട് വരണേ. ഡേ കുമാരേ നിന്റെ വിഷമൊക്കെ മാറിയില്ലേ? ഡേ ആവേശം വേണ്ട. പറ്റണ വെയിറ്റ് അടിച്ചാൽ മതി. ഹലോ, ഞാനിവിടെ ജിമ്മില്. വെള്ളം വേണം. ഇവിടെ സേനുണ്ട്, പിന്നെ ഒരു കുമാറുണ്ട്, പിന്നെ കുറച്ച് പേരുണ്ട്. നീ നാളെ ഒന്ന് ജിമ്മി ചോദിച്ചു. നീ നിന്റെ ബോഡിയിലൊന്ന് ശ്രദ്ധിക്ക്. കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടക്കാതെ. നിങ്ങളൊന്ന് പോയാള്. ഇനി ജിമ്മിൽ കൂടെ വന്നിട്ട് വേണം നിങ്ങളെ പോലെ പെണ്ണ് കിട്ടാതെ നടക്കാൻ. കിട്ടാത്തല്ല മൈ കിട്ടാത്തത്. രണ്ടും ഒന്ന് തന്നെ. അണ്ണ ഒഴിക്കട്ടെ. പച്ചപ്പത്തിരി വായിച്ചില്ലേ? അതായാലും മതി. എന്നാ ഞാൻ വയ്ക്കട്ടെ. ഈ വേർപ്പ് അറിയാലേ ചെയ്യുന്നൊന്നും ശരീരത്തിൽ പിടിക്കൂല. അതാ ശരി ശരി. പിങ്കു ആ പെണ്ണ് നിന്നെ തേച്ചിട്ട് പോയി നന്നായി കേട്ടോ. അല്ല നീ എങ്ങനെ കെട്ടിയിരുന്നെങ്കിലേ ഈ വെള്ളാടി അതിന്റെ പേരിലായ എന്റെ അവസ്ഥ കണ്ടാ. അളിയ ഇപ്പൊ ഫസ്റ്റ് നൈറ്റ് ഒക്കെ കഴിഞ്ഞു കാണുമല്ലേ? രഞ്ജു നീ ചുമ്മാ അവളെ അവനെ ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കൂല. തുടങ്ങി. അവളുടെ അമ്മയുടെ ഒരു മന്ദമാരുതൻ. നീ അതിന്റെ ബൈക്ക് പോയിട്ട് വേണം അടുത്തുണ്ടാക്കി വെക്കാൻ. സീട്ടില്ലേ? ആ പാക്കറ്റ് വെക്കണ ഇതിനകത്ത് ആഴ് മാത്രമേ ഉള്ളൂ. വേറല്ലേ ഒരു ടെൻഷൻ വന്നപ്പോ വലിച്ചു പോയി വാങ്ങിട്ടോ. ഈ സമയത്തോ? അല്ല എന്റെ മറ്റവിടെ 22 കഴിഞ്ഞിട്ട് ചെല്ലേ. അതവിടെ നീ വാങ്ങിട്ട് വന്നിട്ട് കയറ്റിയാൽ മതി. ഞാനിവിടെ പോവാം. നീ കൂടെ പോ. എടേ ഞാനും വരുന്നു. ഒരു പനേ വരണോ? കലിപ്പ് എനിക്കറിയാം ഏത് മറ്റിടത്താ പോണത്. അങ്ങോട്ടല്ല, അങ്ങോട്ട് ഇടത്തോട്ട്. അറിയാം. ഒരു കുഴപ്പമില്ല. അവനീ മൂടി പിടിയൊന്നും ശരിയാവൂല. ഒന്ന് പോയി കറങ്ങിട്ട് വരുമ്പോ എല്ലാം ശരിയാവും. ഫ്ലൈ അവൻ പറന്നു പോവണ്ണ. ഒരു പാക്കറ്റ് ഗോൾഡ്. ഒരു പാക്കറ്റ് മിനി ഗോൾഡ്. 2 ഓറഞ്ച് റെഡി. പുല്ലി ഞാൻ കുറെ നേരമല്ലേ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇല്ലടേ ആ കുപ്പിയും പൊട്ടിച്ച്. ആ പൊട്ടും. വേണ്ടട്ടോ പോടെ. അവന്റെ ഒരു കടന്ന് ഞാൻ എറിഞ്ഞു. എന്തോ ചെറാണ്. ഒറ്റക്കായി പോയി. അവന്റെ ഒരു കടയും.
ചേട്ടാ ചേട്ടാ സേന സേന സിസ്റ്റർ പോലീസിനെ ഇൻഫോം ചെയ്തായിരുന്നു. ഡോക്ടറെ ഐ എം സോറി. മെഡിക്കൽ സയൻസിന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇറ്റ്സ് ഫൈറ്റ്. ഒരു പക്ഷേ കുറച്ചുകൂടെ നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ. ഡോക്ടർ ആള് മാറിപ്പോയി. ഇത് കുട്ടൻ്റെ ആൾക്കാരല്ല. സോറി, ആള് മാറിപ്പോയി. എന്താ അവിടെ അതിന്റെ ഉള്ള ജീവനോട് കളയോ? എന്റെ പൊന്നു ചേച്ചി ഇത് കണ്ടോട്ട് ഏവനാടാ ഇത് ചെയ്തേ? പേരുതാണെന്ന് അറിഞ്ഞൂടാ. അവന്റെ മൊബൈൽ എന്റെ കയ്യിലുണ്ട്. അവനേവനായാലും അവന്റെ വീട്ടിൽ കയറി ചെയ്തിരിക്കും. എവിടെ മൊബൈൽ? ഇന്ന് അവന്റെ അവസാനം നഴ്സിംഗ് റൂമിലുണ്ട്. റൂമോടെ നീ എന്തിനാണ് ശരിക്കും പറ്റിയെന്ന് പറ. പോലീസിന്റെ അടുത്ത് ആക്സിഡന്റ് ആണെന്നാണ് പറഞ്ഞത്. എന്തിനാണെന്നറിയോ? ആ നാറിയെ വെട്ടി വെയിലത്ത് നോക്കണം. അവൻ ഏത് കോണിലാണെങ്കിലും ശരി, അവൻ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ പരുവത്തിലാക്കി നിർത്തിയിട്ട് അവനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം. അവന്റെ ഫോട്ടോ ആ മൊബൈലിലുണ്ട്. കൊണ്ടുവരൂടാ, ഈ സേനെണ്ണം കൊണ്ടുവരും. ഇന്നോടെ തീർന്നത് അപ്പാന്ന മോന്റെ കാര്യം. രഞ്ജു, ശ്രീ, വാടാ. അമ്മ ഓട്ടോ നമ്പർ ലോക്ക് അത് റെഡിയാക്കാം. കണ്ട നാറിയുടെ മോൻ. അണ്ണാ ഇവനെ കണ്ടറിയാ ആറ്റാവാതെ എവിടെയാണോ? അവന്റെ തന്തയാണല്ലോ നാരന്തപ്പായ. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്നാ? അടിച്ച് റൊട്ടിയാക്കി അവന്റെ മുമ്പിൽ കൊണ്ടിരണം. നോക്കൊന്ന് മാറ്റിക്കോട്ടെ. ആ കിടക്കണ എൻ്റെ അണ്ണനാണ്. നിനക്കെന്തേലും നിന്റെ അളിയന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ചെയ്തേക്കണം. ചെയ്യും. അണ്ണാ ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയാ? എന്നാ നിന്റെ തലകറി ഇരിക്കടാ, പൊട്ടിക്കടങ്ങട്ടെ. അണ്ണാ സീരിയസ് ആയിട്ട് അവരെ കണ്ണോട്ട് തിരിച്ചാൽ വലിച്ചെറിയാൻ ചേരത്തേക്കും. ആ ഒന്ന് ഇരിയടേ എന്റെ പൊന്നു അവിടെ എങ്ങാനും. അപ്പൊ എന്റെ ഡീറ്റെയിൽ കിട്ടാ കൊണ്ടോ. ഡേയ്, എങ്ങോട്ട് തല കയറി പോണത്? ശ്രീ, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കോ. അമ്പോറ്റിയെ വിളിച്ച് ടൂൾസ് എടുത്ത് നോക്കാൻ പറ. വിട്ടോ വിട്ടോ. വിളി. അമ്പോറ്റിയുടെ സാധനം പീപ്പനെ നിൽക്കാന്നേ. വാഴ ചിരിക്ക് കുറച്ചു നേരം. എടുത്താ എന്ത് പറഞ്ഞു? എന്റെ പൊന്നെണ്ണ ഒന്ന് എടുക്കട്ട്. ശ്രീ, ഒരു മിനിറ്റ് പൊളിക്കാം. വണ്ടി ഓഫി. അമ്പോറ്റിയെ വിളിച്ചിട്ട് ടൂൾസ് വേണ്ടാന്ന് പറയും. അവന്റെ വീട് ഇവിടെ അല്ല. എന്നാ ചെന്ന് കേറ്. കാസർഗോഡ്. എവിടെ? കാസർഗോഡ്. കാസർഗോഡാ? ഓടെ ഉള്ളതാണ്. നാല് കെട്ടാണ്. അല്ല ഈ വീടേ. എന്ത് സാധന? ചുമ്മാ അണ്ണ എന്ന് കാണാൻ വന്നത്. അണ്ണയില്ലേ? ഇപ്പൊ വരും. ഇപ്പൊ വരും. ഞാൻ അങ്ങോട്ട് അണ്ണാ സോറി അണ്ണാ, രഘുവിന്റെ ഏരിയ ഞാൻ അറിഞ്ഞില്ല. സോറി അണ്ണാ, പ്ലീസ് അണ്ണാ വിടണ. വിടണ പോണം. ദോശ വേണോ ഇനി? മതിയാ? രഘുവിന്റെ അമ്മ. നിനക്കുള്ളത് എന്റെ മോൻ വന്നിട്ട് വരും കേട്ടാ. ആരടാ മക്കളെ? ഈ മമ്മി ഞാനാ, സേനെ. നിങ്ങൾക്കുള്ളത് പിന്നെ തരാം കേട്ടാ. അല്ലടേ, നിന്നെ ഒന്ന് കാണണമെന്ന് നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്ത് മമ്മി? 2 ദിവസം മുമ്പ് കോവിലിൽ വെച്ച് കിരിയാക്കാനെ കണ്ടിരുന്നു. അല്ല, നീ എന്തിനാ പെണ്ണ് കെട്ടാൻ കൂട്ടാക്കാത്തത്? ഒറ്റ മോനല്ലേ? ഈ വയസ്സുകാലത്ത് കിരിയാക്കാൻ നിനക്ക് വെച്ച് വിളമ്പി തരണമെന്ന് പറഞ്ഞാൽ വലിയ കട്ടമല്ലേടാ? നിനക്കായിട്ട് വേണ്ട, നിന്റെ അമ്മയെ കരുതെങ്കിൽ എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് കൊടുക്കടാ. പാവം, അവരുടെ ഒരു പഴുതി കാണണം. കിരിയാക്കാന്റെ ഉമ്മ ഇന്ന് കരയായിരുന്നു. ഞാനും അങ്ങ് വല്ലാണ്ടായിപ്പോയി. ശരിക്കും ആലോചിക്കുന്നുണ്ട്. ഇവിടെ ഒരുത്തൻ്റെ കൂടെ പറഞ്ഞിട്ട് കേട്ട പാവം കൂടിയില്ല. അവൻ തങ്കമണിയെ കെട്ടാൻ പറ്റത്തോണ്ട് ഒറ്റത്തടിയായിട്ട് കിടക്കുകയല്ലേ. മക്കളുടെ പുടപുട കാണണമെന്ന് ഏതൊരമ്മയ്ക്കും ആഗ്രഹം കാണും. ആരൂടി പറയാൻ? ആര്?
അമ്മയുടെ ക്ലാസ്മേറ്റ് ആണ്. തോന്നി. ചുമ്മാ കല്യാണം കഴിച്ചൂടെ? ഇടിവള കയറ്റൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇടിവള കയറ്റിയ പിന്നെ ഇടിയുടെ പൂരവും. എന്തേ ഒന്നുമില്ല, അണ്ണൊന്ന് കാണാ. എവനാണ് ആള്? പ്രകാശൻ. ഒരു മിനിറ്റ്. എന്തോന്നറിയ നീ ഭയങ്കര ഫെമിനിസ്റ്റാന്ന് കേട്ടില്ലേ? അല്ലരെ കൊണ്ടാ ഞാൻ അങ്ങനൊന്നും. ചേച്ചിമാരെ മാത്രം ഓട്ടോയിൽ കയറ്റു, ചേച്ചിമാര് താമസിക്കുന്ന ഏരിയയിൽ മാത്രം ഓട്ടം പോകും, നേരെയുള്ള വഴിക്ക് പോകാതെ മ്യൂസിയം വഴി കറങ്ങിയേ പോകുള്ളൂ. എന്തോന്നറിയ മാത്രമല്ല ഓട്ടോക്കാരനെ ചേച്ചിമാർക്ക് മുട്ടായും കൂടെ കൊടുക്കും. വലിയ സേവനം തന്നെയല്ലേ? അല്ലറ ഞാൻ അനിയാ, അനിയനൊരു കാര്യം ചെയ്യും. ഈ വരണ പൊങ്കാലിക്ക് വരുന്ന ചേച്ചിമാർക്കെല്ലാം ഇവൻ വെള്ളം കൊടുക്കും. അതുവരെ നിന്റെ ആട്ട കൊടുക്കണം. അല്ലണ്ണ ഞാൻ അങ്ങനൊന്നും. നീ പൊങ്കാലിക്ക് വരുന്ന ചേച്ചിമാർക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ പൊന്നുവനെ ആറ്റുകല അമ്മയാണ് നിന്നെ പെൺവേഷം കെട്ടിച്ച് കൊട്ടംകൊണ്ട് വിളിച്ച് നടക്കരുതും കേട്ടോ. കേട്ടാടേ പീറ്ററേ, വിളിച്ചിട്ട് പോയാ ഓടേ സേനോടെ എന്താടേ? അണ്ണാ ഉത്സവത്തിന്റെ പ്രോഗ്രാമിന്റെ ലിസ്റ്റ് ഇട്ടു. ഞാൻ കമ്മിറ്റി ഓഫീസിലോട്ട് വരാം. ആയിക്കോട്ടെ അമ്മ ഇരിടേ. മക്കളെ, നീ ബാബുവിനെ വിളിച്ചായിരുന്നാ? ഞാൻ വിളിച്ചോളാം അമ്മ. മറക്കല്ലേ? വിളിച്ചോളാം. ഒരു മിനിറ്റേ. ഓ വലിയ അമ്മ ഭക്തനാണ്. അമ്മ എന്ന് പറഞ്ഞ ശരിക്കൂട്ടായി. സേന പറ, എന്ത് വന്ന്? അണ്ണാ നമുക്ക് ചെറിയൊരു ഈ മക്കളെ, എൻ്റെ പേരെന്തായിരുന്നു? രഞ്ജു. ആ പറയടേ. നമ്മുടെ പിങ്കു ഇല്ലേ, പിങ്കുവിന് ചെറിയൊരു പ്രശ്നം. ഈ ഇന്നലെ ഞങ്ങളാരും ഒന്നും ഇല്ലായിരുന്നേ, പയ്യ അങ്ങ് ഒറ്റയ്ക്കായിപ്പോയി. അവനെ ഒരുത്തമൻ തല്ലി, അവൻ ചെല്ലാശുപത്രിയിലാണ്. നീ നമ്മുടെ പിങ്കുവിൻ്റെ കാര്യം തന്നെയാണ് പറയണത്? തന്നെ അണ്ണാ, പിങ്കുവിനെ അണ്ണൻ അങ്ങനെ മറക്കാൻ പറ്റൂലല്ലേ. സേന, സംഭവം തോന്നുന്നു. വേണ്ട മക്കളെ, തരമംഗോയിലെ പ്രസാദമാണ്. ആ മക്കളെ, നീ ആ റപ്പായി ഒന്ന് വിളിക്കണേ. 20-ാം തീയതി നൂലുകെട്ടാണ്. നൂലുകെട്ടാ? ആ ആരാ നൂലുകെട്ട്? എടാ ചെറുക്കാൻ, നീ അതങ്ങ് മറന്നാ? നമ്മുടെ തുളസിയുടെ മോന്റെ നൂലുകെട്ട്. ഓ, കെട്ടിക്കൊണ്ടുപോയപ്പോ അവൾക്ക് നമ്മളൊന്നും വേണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്തിന്? രഘുവേ, നീ അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കണ? എടാ ചെറുക്കാൻ, നമ്മൾ ഒരുമിച്ച് പോവും. അമ്മ പോയാൽ മതി, ഞാൻ കാണൂല. ആ പോയെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോവും. വെച്ചോണ്ടിരിക്കാതെ കഴിക്കണ സേന. ആ സേന, സംഭവം ഡീറ്റെയിൽ ആയിട്ട് പറ. ആരുടെ നോട്ട് ചെയ്തു? അതെന്നാ ഇന്നലെ രാത്രി പിങ്കു ഒരു ഞാൻ പറയാം. നമ്മുടെ പിങ്കുവിൻ്റെ അമ്മയും കൂടെ ജലാശുപത്രിയിൽ നിന്ന് വരെയായിരുന്നു. ആ സ്ത്രീക്കാണെങ്കിൽ നല്ല സുഖമില്ലായിരിക്കുന്ന സമയം
സുഖമില്ലാത്ത അമ്മയുടെ കൈപിടിച്ച് പടിയിറങ്ങി വരികയായിരുന്നു നമ്മുടെ പിങ്കു. പിന്നീട് അവിടെ സംഭവിച്ചത് നാടകീയ രംഗങ്ങളായിരുന്നു ത്രികോണ. നാടകീയ രംഗങ്ങൾ. വേദനയുണ്ടോ അമ്മേ? ഉണ്ട് മോനെ, നല്ല ചുമയുണ്ട്, നല്ല തലവേദനയുണ്ട്, കൈയും കാലും ഒക്കെ എന്തൊരു വേദന. കഷ്ടം തന്നെ. ഈ മരുന്നുകളെല്ലാം കഴിച്ചാൽ വേദനകളെല്ലാം പമ്പ കടക്കുമെന്നാണല്ലോ ഡോക്ടർ അമ്മാൻ പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്ക് ബൈക്കിൽ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനൊരു ആംബുലൻസ് വിളിക്കട്ടെ? വേണ്ട, കുഴപ്പമില്ല, അതിൽ പോവാം. അമ്മയുടെ ഇഷ്ടമാണ് എന്റെയും ഇഷ്ടം. അയ്യോ അമ്മേ, അയ്യോ എന്റെ കാല്. അയ്യോ അയ്യോ, എന്താടാ നോക്കി നടക്കാൻ അറിയില്ലെന്നുണ്ടോ നിനക്ക്? എന്താ കുട്ടി, ഇങ്ങനെയാണോ വാഹനം ഓടിക്കേണ്ടത്? കുട്ടിയോ? ആരാണ് പട്ടി നിന്റെ കുട്ടി? അയ്യോ എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ. ഇക്കാരം എന്നോടോ അത് ഇവിടെ വെച്ച് കൊന്നു കുളിച്ചു മുടിഞ്ഞാൽ എല്ലാത്തിനെയും. അമ്മേ, 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 കണ്ണു തുറക്കൂ അമ്മേ, 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 അമ്മേ. അമ്മയെ പിടിച്ചു തല്ലിയ അടുത്ത മാസം ആ സ്ത്രീക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. വാസു വണ്ടിയുടെ കയറേ. അല്ല, ആ ചവിട്ടി കാലെടുത്തിട്ട് ബാക്കി കാര്യം. അത് വേറൊരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? ആ പയ്യന്റെ വീട് പിടിയല്ല. അതിനെന്ത്? കാസർഗോഡാണ്. കാസർഗോഡാണ്. എവിടെ? കാസർഗോഡ്. ഓ താങ്ക് യു. നീ പോവാണ്? അണ്ണനാകുമ്പോ എല്ലായിടത്തും നല്ല കണക്ഷനൊക്കെ ഉണ്ടല്ലേ? കണക്ഷനൊക്കെ ഉണ്ടേ, അതൊക്കെ ശരി തന്നെ. ആ ചെറുക്കൻ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? അവനെ അവിടെ നിന്ന് അടിച്ചു നൂത്ത് പൊക്കി ഇവിടെ കൊണ്ടു പിങ്കുവിന്റെ കാല് പിടിച്ച് മാപ്പ് പറയും. എന്നിട്ട് അവന്റെ അമ്മയുടെ അടുത്ത് ഏത്ത് പിടിക്കണം അല്ലേ? എന്നൊക്കെ പോയല്ലേ? ഇല്ലടേ, 16-ാം തീയതി കഴിഞ്ഞാൽ പൊങ്കാല തിരക്കാണ്. 20-ാം തീയതി അമ്മ പറഞ്ഞ മൂലയിട്ടാണ്. നമുക്ക് നാളെ വിട്ടാലോടെ. പിന്നെന്ത്? ട്രെയിൻ പോയല്ലേ? അല്ലണ ട്രെയിനിൽ പോയപ്പോ ടിക്കറ്റ് ഒന്നും കിട്ടൂല. പിന്നെ കാസർഗോഡ് വരെ നിന്ന് പോകേണ്ടി വരും. അണ്ണാ നമുക്ക് ബസ്സിന് വിട്ടാലോ? ബസ്സൊന്നും ശരിയാവൂല. ഒരു കാര്യം ചെയ്യാടേ, നിങ്ങൾ വാസുവിനും കുട്ടി റപ്പായുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടോ. നമുക്ക് കാറിൽ പോവാം. ഓക്കെ. വാസു പിന്നെ വന്നതേ ഇല്ലല്ലോ. ഞാൻ വിചാരിച്ച അത്യാവശ്യം കാണൂല. അണ്ണൻ പറഞ്ഞിട്ട് പോയതല്ലേ? ആ രഘുവണ്ണപ്പ വരുമെന്നാ പറഞ്ഞത്. ഇപ്പഴാ? ആ ഇപ്പൊ വരും. എടാ നസീറേ, ഉണ്ണി, ബിജു, വേഗം വാടാ, ഒരു അർജന്റ് വർക്ക്. ഇപ്പൊ ശരിയാക്കി തരാം. ചെറിയ പണിയുള്ളൂ, 10 മിനിറ്റ്. ആ ഒന്ന് പെട്ടെന്നാട്ട്. പത്ത് മിനിറ്റ്. ഇതാ കഴിഞ്ഞേ. അണ്ണാ ഇത് മതിയാ? നീ അവിടെ ചെന്നല്ലോ, കുട്ടിക്കകത്ത് ടൂൾ സെറ്റ് എടുത്തത്. നീ പോയിട്ട് സ്പാനർ സെറ്റ് എടുക്ക. എന്തേ രഘുണ്ണ, വണ്ടി റെഡി ആയിട്ടുണ്ട്. എന്നാ പിന്നെ ഒരു മിനിറ്റ്. കിട്ടിയേ രാഹു കഴിഞ്ഞിറങ്ങാം. ഓ പിന്നെന്ത്? ആ ശരിടേ. എന്ത് പറഞ്ഞു? രാഹുവാ? ഇയാളെ ഗുണ്ട തന്നെ. ഒരു മാസല്ലേ? മാസല്ല, ക്ലാസ്സാണ്. അതാണ്. വാ നോക്കി പോണേ, പരിചയമില്ലാത്ത സ്ഥലമാണ്. എനിക്ക് എന്തരാ പോലെ. ആറ്റുകാലമ്മ കൂടെയില്ലമ്മ. ഞാൻ പോയിട്ട് ടക്കനിങ് വരൂലേ? അണ്ണാ പോയിട്ട് 2 ദിവസടാ. ചുമ്മാ കറങ്ങിടക്കാൻ വീട്ടിൽ നിന്ന് വല്ല വർക്കൗട്ട് ചെയ്യണം. ഓ ഞാൻ ആദ്യമായിട്ടാ കേൾക്കണം കേട്ടാ ഈ പ്യൂണിനെയൊക്കെ ബിസിനസ് ടൂർ കൊണ്ടുപോകുന്നു. ഓ ഇയാൾക്ക് പിന്നെ ഭയങ്കര വിവരമാണല്ലോ. നിനക്ക് ബിസിനസ് ടൂറിനെ പറ്റി ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. മോളെ പെട്ടെന്നാവട്ടെ കേട്ടോ. മോളെ അച്ഛാ പോയിട്ട് വരാവേ. വരുമ്പോ കിണ്ടർ ചെയ്യേണ്ടി വരാം. ജംഗ്ഷൻ വരെ. എന്തോ ഇത്
അതെന്നെ മറ്റേ ഒരു കൊള്ളൂല. അതുകൊണ്ട് മാറ്റി പോക്കിത്തരം കാണിക്കണം. അവരിതറിഞ്ഞ് ചെവിത ലഭിക്കൂല. അമ്മ അച്ഛൻ വിളിച്ചുകൊണ്ടുന്ന കാറ് തന്നെ ഓടേ മക്കളെ ഓതേങ്ങി കവർ ചെയ്തില്ലടേ. സോറി. എന്തോന്നടേ? മതിയമ്മ, മുഴുവനും കുടിച്ചിട്ട് പോ മക്ക. വേണ്ടമ്മ. അമ്മ ദാസമ്മ വരാണെങ്കിൽ കല്ല് മോട്ടറിന്റെ സൈഡിൽ ഇറക്കാൻ പറ. അണ്ണാ അകത്തെന്തൊരു കുശുകുശുപ്പ്. മുട്ടനാടിന്റെ ചങ്കില് ചോര കുടിക്കുന്ന ഒരു ശീലന്റെ ഗുണനുണ്ട്. അണ്ണാ ഇതൊക്കെ വർക്കൗട്ട് ആവുമോ? പിന്നെ മൂത്രം പോയായിരുന്നോ? വേദനയും തരിപ്പുണ്ടോ? ഒന്നും അറിയാൻ പറ്റണില്ല. വൈകുന്നേരം ഇഞ്ചക്ഷൻ ഉണ്ടാവുമായിരിക്കും അല്ലേ? കട്ടഞ്ചേരിട്ടാ നമ്മൾ പോയിട്ട് അവനെ പൊക്കിട്ട് വരാം. അവൻ ഇവിടെ കൊണ്ടൊന്ന് മാപ്പറിയിപ്പിക്കും. നിങ്ങൾ 3 പേരും പോണുണ്ടോ? അല്ലടേ, ഒരാളും കൂടെ ഉണ്ട്. അതാര്? രഘുവാണ്. രഘുവാണ്? രഘുവാണ് മക്കളുടെ പിങ്കു, നീ ധൈര്യമായിട്ടിരി. നിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ട് നമ്മൾ തിരുവനന്തപുരത്തോടുള്ളത്. അയ്യോ, കാല് മുറിച്ച ഡോക്ടർ ഡോക്ടർ തപ്പ നീ കട്ടയ്ക്ക് നിസ്സാര കാര്യത്തിന് രഘുണ്ട് തന്നെ തിന്നു. അങ്ങേർക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ? അളിയ പിങ്കു, നിനക്ക് ചിലപ്പോൾ ഇതൊരു ചെറിയ കാര്യമായിരിക്കും. നിന്റെ തോളത്ത് കിടന്ന് നിന്റെ വീട്ടിലെ ചോറിന് വളർന്ന എനിക്കൊരു ചെറിയ കാര്യമല്ലടാ. അവൻ ഏവനായാലും ഈ രഞ്ജു തൂക്കിയിരിക്കും. എന്റെ അളിയൻ ഈ ഗതിയിലാക്കിന് വെറുതെ വിട്ട പിന്നെ കൂട്ടുകാർ